കട്ടപ്പനയാറിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തിന്റെ വികസനം കൂടി സാധ്യമാകുന്ന സാഹചര്യമാണ് ഉണ്ടാവുകയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന ജലസേചന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന കട്ടപ്പനയാറിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത്. ഗ്രാമീണ മേഖലകളുടെ വികസനം എടുത്തു പറയേണ്ട ഒന്നാണ്. മികച്ച നിലവാരത്തിലുള്ള റോഡുകൾ എല്ലാം തന്നെ ഉണ്ടായി. പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. നാടിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. യോണിക്കട ഭാഗത്ത് ഒരു പാലത്തിന്റെ നിർമ്മാണം, ആ നിലയിലെല്ലാം വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഏകദേശം 38-40 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു പദ്ധതിക്കാണ് ഈ പദ്ധതിയിലൂടെ നമുക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ കട്ടപ്പനയിലെ റിംഗ് റോഡുകൾ, ഈ മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും അതിന്റെ ഭാഗമായി ആ വർക്ക് ടെൻഡർ കഴിഞ്ഞു. ഇനി ടെൻഡർ നടപടികളെ പൂർത്തീകരിച്ച് അത് പ്രാബല്യത്തിലേക്ക് എത്തിയാൽ മതി. ഏകദേശം 30 കോടി രൂപ മുടക്കി ഒരു മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട റോഡുകൾ, അത് PWD കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കട്ടപ്പന വെസ്റ്റ്, പള്ളിക്കവല, 20 ഏക്കർ അമ്പലക്കവല, മേട്ടുകുഴി, കടമാക്കുഴി, തൊവരയാർ, ITA ഡിവിഷനുകളുടെയും കാഞ്ചിയാർ പഞ്ചായത്തിലെ പുതുക്കാട്, അഞ്ചുരുളി എന്നീ വാർഡുകൾ കൂടിയും കടന്നുപോകുന്ന കട്ടപ്പനയാറിന്റെ ഭാഗങ്ങളാണ് നവീകരിക്കുന്നത്. 38.62 കോടി രൂപയുടെ വികസന പ്രവർത്തികൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. ആറിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക, വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സംരക്ഷിക്കുക, ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് വെള്ളപ്പൊക്ക നിയന്ത്രണം നടപ്പിലാക്കുക, കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ ജലം ഉറപ്പാക്കുക തുടങ്ങിയവ ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഉദ്ഘാടന യോഗത്തിൽ ജലസേചന വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.